നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഈ ചിത്രം കണ്ട് നോക്കുക. ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ഈ ചിത്രമില്ലേ, കാണുന്ന ചിത്രം, ഈ ചിത്രം കണ്ട് പലരും അൽവാരോ ആർബിലോക്ക് എന്തു പറ്റി, എന്താണ് ഈ കാണിക്കുന്നത്, ഏർലിംഗ് ഹാലൻഡിനെ പോലെ ഒരാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കോർണർ സമയത്തൊക്കെ ഇവനെയാണോ, ഈ ആർദ ഗ്യൂളറിനെയാണോ ഇടുന്നത്? കാരണം നല്ല ഹൈറ്റ് ഉണ്ട് ഏർലിംഗ് ഹാലൻഡ്. ആർദ ഗ്യൂളർ അദ്ദേഹത്തെക്കാളേറെ ഉയരക്കുറവുള്ള ആളാണ്. കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഏർലിംഗ് ഹാലൻഡിന് 195 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്, 1 മീറ്റർ 95 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതേസമയം മറുഭാഗത്ത് ആർദ ഗ്യൂളർ ഒരു 20 സെൻറ്റിമീറ്റർ ഉയരക്കുറവുണ്ട്, 175 സെൻറ്റിമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഉയരം. അപ്പോൾ ഈ ഉയരമില്ലാത്ത ആർദ ഗ്യൂളറെ വെച്ചിട്ടാണോ ഈ ഉയരമുള്ള ഏർലിംഗ് ഹാലൻഡിനെ കോർണർ സമയത്ത് ഡിഫെൻഡ്? കാരണം ഹെഡ് ചെയ്യുമ്പോഴൊക്കെ ഏരിയൽ ഡ്യുവൽസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ ആർദ ഗ്യൂളർക്ക് എന്നതാണ് ചോദ്യം. പലരും അത് ആർബിലോവയുടെ തെറ്റായിട്ടുള്ളൊരു നീക്കമായിട്ടും ടാക്ടിക്സ് ആയിട്ടൊക്കെ പറയുന്നത്. പക്ഷേ അതല്ല കാര്യമെന്ന് മാർക്ക കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആർദ ഗ്യൂളർ, ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്, ആർദ ഗ്യൂളർ ഏർലിംഗ് ഹാലൻഡിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ്, അതൊരു കൺസേൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അതൊരു പെർഫെക്റ്റ് പ്ലാനായിരുന്നു. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയെടുത്ത ഒരു പ്ലാനായിരുന്നു. ആർബിലോവ മനസ്സിലാക്കിയത്, ആർബിലോവ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും ഹാലൻഡിൻ്റെ കോർണർ സമയത്ത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു. അതിൽ മനസ്സിലാക്കിയത് കോർണറിൽ നിന്ന് ഹെഡറിലൂടെ സ്കോർ ചെയ്യാൻ താരം അത്ര പോരാ. കോർണറിൽ നിന്നോ സെറ്റ് പീസിൽ നിന്നോ ഹെഡറിലൂടെ ഗോൾ അടിക്കാൻ താരം അത്ര പോരാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഗാർഡിയോള ഉപയോഗിക്കുന്നത് ടു ഡു ദി ഡേർട്ടി വർക്ക്, അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. പെനാൽറ്റി ബോക്സിൽ അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മറ്റ് പ്ലെയേഴ്സ് ഗോൾ അടിക്കാൻ ഒരു സ്ക്രീനായിട്ട് ഹാലൻഡിന് വെക്കുക. അപ്പോൾ ഹാലൻഡിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി താരങ്ങൾ പോകുമ്പോൾ മറ്റ് താരങ്ങൾ വന്ന് ഗോൾ അടിച്ച് പോകും. ഇതാണ് പെപ്പിൻ്റെ രീതി. അത് മനസ്സിലാക്കിയിട്ട് ആർബിലോവ ചെയ്താണിത്. ആർബിലോവക്ക് ഒരു ടോൾ പ്ലെയറെ ഹാലൻഡിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് ചെയ്യാനില്ല. കാരണം ഹാലൻഡ് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാലൻഡിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ടോൾ പ്ലെയറുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അതിന് പകരം റോഡ്രി, അതുപോലെ തന്നെ അവരുടെ ഡിഫൻഡറായിട്ടുള്ള ഗൊഹൈ, പിന്നെ സെവന്യോ, റുബൻ ഡയസ്, ഇങ്ങനെയുള്ളവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോൾ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി ആർബിലോവ തീരുമാനിച്ചതാണ്. അല്ലാതെ ഇതൊരു മിസ്റ്റേക്ക് പറ്റിയതല്ല എന്ന് മാർക്ക വിലയിരുത്തുന്നു. തീർച്ചയായിട്ടും അതിൽ കാര്യമുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. കണ്ടറിഞ്ഞുകൊണ്ടെടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.